സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഒരു ദൈവിക സ്വസ്ഥതയാണ്. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഇന്നലെ വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ഇന്ന് ശനിയാഴ്ച സന്ധ്യ വരെയാണ് ദൈവിക സ്വസ്ഥത. 6 ദിവസം അധ്വാനിച്ച് വേലയൊക്കെ ചെയ്ത് 7-ാം ദിവസത്തെ ഒരു സ്വസ്ഥത ദിവസമാണ്. യാതൊരു ദ്രവ്യാഗ്രഹ മോഹങ്ങളുമില്ലാതെ ദൈവം പറഞ്ഞ ഈ ദിവസത്തെ ഫോളോ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവം തന്നിരിക്കുന്ന ഒരു സ്വസ്ഥത ദിവസമാണിന്ന്. ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസമാണ്. ഈ ദിവസം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഈ ദിവസത്തെപ്പറ്റി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വസ്ഥത ദിവസം അത് ശനിയാഴ്ച ദിവസമാണ്. അതിനെ മാറ്റിക്കൊണ്ട് ഞായറാഴ്ചയാക്കിയിരിക്കുന്ന കുറേ ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവരെ അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുന്നത് കൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവം യഹൂദന്മാർക്ക് കൊടുത്ത വചനങ്ങളും അതും പ്രകാരം നോക്കുമ്പോൾ ഈ സ്വസ്ഥത ദിവസം ശനിയാഴ്ചയാണെന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് എനിക്ക് ദൈവം എൻ്റെ കണ്ണുകളെ തുറന്നു. എന്നെ പൂർണ്ണമായി ഈ ജഡത്തെ സമർപ്പിച്ച് ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിച്ച ദിവസം മുതൽ അവിടുന്ന് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ആ ദൈവാത്മാവ് ഓരോ ദിവസവും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനും വചന സത്യങ്ങളെ കൂടുതലായി മനസ്സിലാക്കുവാനുമായി എനിക്ക് കഴിയുന്നുണ്ട്. കാരണം എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രശ്നത്തിൽ കൂടെ പോയാലും ധൈര്യത്തോടെ പ്രശ്നത്തെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നല്ല ധൈര്യം എനിക്ക് നൽകുന്നുണ്ട്. ആരും ഈ ജഡത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ജഡത്തെപ്പറ്റി എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, രോഗം വന്നാൽ എങ്ങനെ ചികിത്സിക്കും, അല്ലെ രോഗം വന്നാൽ ഭയമുണ്ടോ, ഇതൊന്നും ഇല്ലാതെ ആ ദൈവത്തിങ്കിലേക്ക് ഈ ശരീരത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ആ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കാരണം വചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാനും വചനം ഗ്രഹിക്കുവാനും ഓരോ ദിവസവും കൂടുതലായി ദൈവത്തോടടുത്ത് ചെല്ലുന്തോറും ദൈവം അത് നമുക്ക് ഗ്രഹിച്ച് തരും. വചനത്തിൻ്റെ സത്യങ്ങളും വചനത്തിൻ്റെ മർമ്മങ്ങളെയും ഗ്രഹിക്കുവാൻ വരം കിട്ടണം. ദൈവത്തെ അറിയുന്ന ബുദ്ധിമാനുണ്ടോ എന്നാണ് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നത്. അപ്പോൾ ഈ ആത്മാവ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലെത്തണം. ആ നിത്യജീവൻ ദൈവരാജ്യം ഒരുക്കിയിരിക്കുന്ന ആ ദൈവരാജ്യത്ത് എത്തുക തന്നെ വേണം. ആ പിശാച് തന്ത്രപൂർവം ഈ ദൈവരാജ്യം എന്താണെന്നും സ്വർഗരാജ്യം എന്താണെന്നുമൊക്കെ അവന് ശരിക്കറിയാവുന്നത് കൊണ്ട് ഏതു മനുഷ്യനെയും തെറ്റിക്കുവാൻ അവൻ അലറുന്ന സിംഹം പോലെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ആ പിശാചിൻ്റെ തന്ത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിന് നമ്മളിൽ നല്ല ക്വാളിറ്റി വേണം. സത്യത്തിൽ നടക്കണം, സത്യം പ്രവർത്തിക്കണം. ദൈവത്തോട് അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. ഫോഷ്ക്ക് പറയുന്നവനും എല്ലാം പിശാചിൻ്റെ ആത്മാവ് തന്നെയാണ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. സത്യം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ സത്യത്തിൽ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് ആ ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളെയൊക്കെ അനുസരിച്ച് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്.
ദൈവത്തിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ തന്നെ ദൈവത്തിൽ അർപ്പിക്കുക. ദൈവത്തിൽ അർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യാത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായി കണക്റ്റായി കഴിയുമ്പോൾ നമുക്ക് ആ വചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയും. ഈ ലോകത്ത് പലരും ദൈവവചനങ്ങളും പല പഠിപ്പും അറിവും ജ്ഞാനവും ഒക്കെ വെച്ച് ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്നു. അറിവനുസരിച്ച് പല അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമൊക്കെയാണെന്ന് പറഞ്ഞ് നല്ല പഠിപ്പും അറിവുമൊക്കെ വെച്ച് ദൈവത്തിൻ്റെ വചനങ്ങളെ എടുത്ത് പ്രസംഗിച്ച് പല രീതിയിലും പ്രസംഗിക്കുന്നുണ്ട്. സമൃദ്ധിയുടെ സുവിശേഷമാണിപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വരണം. അവരവരുടെ ഉള്ളിലാണ് ഈ ആത്മാവ് ദൈവം പകർന്നിരിക്കുന്നത്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഒരാളുടെ ഉള്ളിലെ ഈ ആത്മാവ് പകർന്നു കിട്ടുകയുള്ളൂ. സത്യത്തെ മനസ്സിലാക്കി എന്താണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് നിത്യജീവനാണ്. നമ്മുടെ ഉള്ളിലെ ഈ ആത്മാവ് പ്രവർത്തിച്ച് ആ ദൈവാത്മാവ് കണക്റ്റായി കഴിയുമ്പോൾ നമുക്ക് ആ നിത്യജീവൻ അവകാശിയായി. നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടുന്ന് നടത്തിത്തരും. ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ണാനും ഉടുക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ, ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടന്ന് ഈ ലോകത്ത് പലതരമായ പ്രശ്നങ്ങൾ വരും. എങ്കിലും അതിനെ ജയിച്ച് മുന്നേറണമെങ്കിൽ ദൈവാത്മാവ് ഉള്ളിൽ വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ പല രീതിയിലും പ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും. കാര്യം ആശുപത്രിയിലൊക്കെ അഭയം തേടി ഗുളികകളൊക്കെ കഴിച്ച് മനുഷ്യൻ്റെ ജീവിതങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ഈ ശരീരം നമ്മൾ ദൈവത്തിങ്കൽ സമർപ്പിച്ച് കഴിയുമ്പോൾ ഈ ശരീരത്തെ കാത്തു പരിപാലിക്കുവാൻ ദൈവം മതിയാവനാണ്. ദൈവത്തിന് സകലതും സാധ്യമാണ്. ദൈവമെന്ന് പറയുമ്പോൾ കാണാത്ത ദൈവമാണ്, ആത്മാവായ ദൈവമാണ്. ദൈവം ആത്മാവാണ്. ദൈവത്തെ ഒരു നാളും ആർക്കും കാണാൻ പറ്റത്തില്ല. ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. പല അസുഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നെങ്കിലും ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നതുകൊണ്ട് സകലതും സൗഖ്യമാകുന്നുണ്ട്. ഇനിയും സൗഖ്യമായില്ലെങ്കിലും ആ പിശാചിൻ്റെ തന്ത്രത്തിൽ കുടുങ്ങാതെ മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ശരീരം ദൈവത്തിൽ അർപ്പിക്കുക. അവരവരെ തന്നെ ദൈവത്തിൽ അർപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പഴയ സ്വഭാവത്തിൽ നടന്നു കഴിഞ്ഞാൽ, അല്ലെ ആ പഴയ രീതിയിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ പഴയതെല്ലാം മാറി നമ്മളൊരു പുതിയ സൃഷ്ടിയാകണം. പഴയ സ്വഭാവത്തിൽ പിന്നെയും തുടർന്നു കഴിഞ്ഞാൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കത്തില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ആത്മാവ് ആ മശികയുടെ തലയോളം വളരുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജ്ഞാനവും പരിജ്ഞാനവും അറിവുമൊക്കെ നേടണമെന്നെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ അനുസരിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഈ ശബാത്തിനെ ഫോളോ ചെയ്യുക, ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. ദൈവം സകലതും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ അവിടുന്ന് നടത്തിത്തരും എന്നുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ എല്ലാവരും ശ്രമിക്കുക. ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്.